പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് വിഷുവിന് ഉണ്ടാകുന്നത്. വിഷു കൈനീട്ടം കൊടുക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മീനു മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ മീനുവിനെയാണ് വിഷുവിന് കണി കണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സൂരജ് തൻ്റെ ഈ വർഷം മുഴുവൻ നശിച്ചുപോയി എന്ന് പറയുകയും ഇത്രയും മോശമൊരു കണി തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തത് മീനുവിന് വിഷമമുണ്ടാക്കുന്ന കാര്യമാകുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന ചിന്താമണിയാകട്ടെ മനസ്സിൽ സന്തോഷിക്കുകയാണ്. ആ അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അവൾ അനുഭവിക്കട്ടെ. ഇതോടെ അമ്മൂമ്മ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. മീനു മനഃപൂർവ്വമൊന്നും ചെയ്തതല്ല ഇത്. നിങ്ങൾ പെട്ടെന്ന് വന്ന് തുറന്നപ്പോൾ മീനുവിനെ കണ്ടു. അതിലിപ്പോ എന്താ? നിങ്ങൾ അതൊന്നും വലിയൊരു പ്രശ്നമായി എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മീനു അത്ര മോശം കണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മോളെ മീനു, നീങ്ങുവാ. എന്താ വന്നത്? ഞാൻ വിഷു കൈനീട്ടം തരാൻ വന്നത് മുത്തശ്ശി. ആണോ? എന്നാ നൽകിക്കോളൂ. ഇതോടെ വിഷു കൈനീട്ടം കൊടുക്കുന്ന മീനു തൻ്റെ കയ്യിലുള്ള വിഷു കൈനീട്ടം സൂരജിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതോടെ സൂരജ് ആകട്ടെ, എനിക്കൊന്നും വേണ്ട നിന്റെ വിഷു കൈനീട്ടം, എടുത്തുകൊണ്ട് പോ എന്ന് പറയുകയാണ്. ഇതാകെ മീനുവിനെ വിഷമിപ്പിക്കുന്നു. എന്നാൽ ഇതേ സമയം മുത്തശ്ശിയാകട്ടെ, അങ്ങനെ ഒരാളോട് പറയുന്നത് ശരിയല്ല. വിഷു കൈനീട്ടം ഒരാൾ നൽകുമ്പോൾ അത് വാങ്ങുക തന്നെ വേണം. അല്ലാതെ ഒരാളോട് ഇത്ര മോശമായിട്ടാണോ സൂരജ് സംസാരിക്കുക? ഇതോടെ എനിക്ക് വിഷു കൈനീട്ടം വേണ്ട, പോരെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇതോടെ മുന്നിലേക്ക് വരുന്ന മുത്തശ്ശി, അല്ല, വിഷുവായിട്ട് എന്തൊക്കെയാണ് ഇവിടെ പ്രോഗ്രാംസ് ആയിട്ട് നീ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അതോ മുത്തശ്ശി വളരെയധികം സന്തോഷത്തിൽ താൻ ഇന്ന് ഏർപ്പാടാക്കിയ പ്രോഗ്രാംസിനെ പറ്റി പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് മീനു. ഇന്ന് ഡാൻസും ബഹളവും ഒക്കെ ഇവിടെ ഉണ്ടാകും. മുത്തശ്ശിക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു അതീവ ഗംഭീരമായ ഒരു വിഷു, അതാണ് ഇവിടെ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. കണ്ടോ? ഇതോടെ മുത്തശ്ശിക്ക് വളരെയധികം സന്തോഷമാവുകയും ഞാനും ആ ഒരു പെർഫോമൻസ് കാണുന്നതിനായി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും മീനു തകർക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങളും വളരെയധികം ആകാംക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് മീനു. മീനുവിൻ്റെ പെർഫോമൻസ് കാണുന്നതിനായി ഓക്കെ എന്ന് പറയുകയാണ്. ഇതേ സമയമാകട്ടെ ശിവരഞ്ജിനിയുടെ വീട്ടിൽ പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത്. ശിവരഞ്ജിനി ഇതേ തുടർന്ന് കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോവുകയാണ്. മീനുവിൻ്റെ പ്രോഗ്രാംസിനെ പറ്റി അറിയാനിടയാകുന്ന ശിവരഞ്ജിനി ഇനി മീനുവിനെ പറ്റി ഇവിടെ സംസാരിക്കരുത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. മീനു എൻ്റെ ശത്രുവാണ്. അവളുടെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് പോലും എനിക്ക് കേൾക്കണ്ട. അവൾ കാരണം ഉണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം എനിക്ക് പരിഹാരം കാണണം. അവളെ നശിപ്പിച്ച് എനിക്ക് മതിയാകൂ. ഈ വിഷു നമ്മൾ അടിച്ചു പൊളിക്കും. അവളുടെ തകർച്ച ഇവിടെ തുടങ്ങുകയാണ് എന്നുള്ള കാര്യവും വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. പക്ഷെ ഇതേ സമയം ആട്ടവും പാട്ടുമായി മീനു വിഷു അടിച്ചു പൊളിക്കുകയാണ്. ഈ ശബ്ദമെല്ലാം കേട്ട് മുന്നിലേക്ക് വരുന്ന സൂരജ് മീനുവിൻ്റെ സന്തോഷം കണ്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് മതിമറന്ന് നോക്കി നിന്ന് പോയിരിക്കുകയാണ്. മീനു ആകട്ടെ വളരെയധികം സന്തോഷത്തിൽ വിഷു ആഘോഷിച്ച് തിമർക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും
ഒട്ടും തന്നെ ഇഷ്ടമാകാതെ ചിന്താമണി അസൂയയോടെ നോക്കി നിൽക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ചിന്താമണിക്ക് സംശയമുണ്ട്. ഇതേ തുടർന്നാണ് സൂരജിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വാർത്ത പുറത്തു വരുന്നത്. സൂരജിനെ സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.